സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആദ്യം സ്വന്തം മനസ്സ് നേരെയാക്കണം. അതിനെന്താ വേണ്ടത്? മനസ്സിൽ അടക്കി വച്ചതൊക്കെ പുറത്തറിയിക്കണം. നീ എന്നെ അമ്മാവനായിട്ടൊന്നും കാണണ്ട, ഒരു ഫ്രണ്ട് അങ്ങനെ കണ്ടാ മതി. കൂൾ ഡ്രിങ്ക്സ് കഴിക്കേ. പറഞ്ഞോ. എനിക്ക് എന്റെ സ്വന്തം മോളെ പോലെയാ മീര. അവൾക്ക് നല്ലത് വരണം, അതുമാത്രമാ എന്റെ ഈ വരവിന്റെ ലക്ഷ്യം. മീര, അവളെന്റെ ജീവനാ. ഈ നെഞ്ചിലെ ഉയരാ അവള്. അവളെന്നെ വിട്ടുപോയ ഉയരുണ്ടാവില്ല എനിക്ക്. അതാണ് ശരിയായ സ്നേഹം. അപ്പോ അവളുടെ നെഞ്ചിലെ ജീവൻ നീയല്ലേ? നീ കൂടെയില്ലെങ്കിൽ എന്റെ മീരമോൾക്ക് ജീവൻ ഉണ്ടാവൂടാ മരുമോനെ. അവളാ സ്നേഹം എന്താ എന്നെ പഠിപ്പിച്ചത്. ത്യാഗം എന്താന്ന് ഞാൻ അറിഞ്ഞത് അവളിലൂടെ. ഞാൻ പ്രീതിയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവൾ മരിച്ചു കളയെന്ന് പറഞ്ഞ് നടക്കുക. ബാഗിൽ വിഷവും കൊണ്ട് നടക്കുക അവള്. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഞങ്ങളൊന്ന് സഹായിക്കാൻ അങ്കിളിനും പറ്റില്ലേ? നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്കേ കഴിയൂ. ഒരു തല്ല് വന്നാൽ തടുക്കാൻ ദേ ഈ രുദ്രനുണ്ടാവും. പക്ഷേ മനസ്സ് മാറ്റാനുള്ള അടിതടയൊന്നും എനിക്കറിഞ്ഞൂടാ മരുമോനെ. അതിന് നീ മനസ്സ് തുറക്കണം. ഭീഷണിയൊക്കെ അവിടെ കിടക്കട്ടെ, അതൊക്കെ വെറും ഭീഷണി മാത്രമാണ്. അച്ഛനു വേണ്ടി ത്യാഗം ചെയ്യുന്നുവെന്ന് സ്വയം ബോധ്യപ്പെടുത്താനുള്ള മീരമോളുടെ വെറും പറച്ചിലാതൊക്കെ. അതാണ്. ഇനി സ്വന്തം കാര്യം, സ്വന്തം പ്രണയം, സ്വന്തം ജീവിതം. അതുമാത്രം മതി മനസ്സിൽ. ചെന്ന് പറയ് ദേവൻ സാറിനോട്, നിന്റെ പെണ്ണാണ് മീരയെന്ന്. അത് പറയാനുള്ള ധൈര്യം ഇപ്പൊ നിന്റെ ഈ നെഞ്ചിലുണ്ട്. ചെന്ന് പറയേ. പറയും ഞാൻ. എനിക്ക് ആരെയും പേടിയില്ല. ഒരു ഭീഷണിയും വേണ്ട എന്റെ അടുത്ത്. എങ്കിൽ ചെല്ലും വരുമോനെ. ഇപ്പൊ ഒരു തീരുമാനം ഉണ്ടാവും എല്ലാത്തിനും. ചെല്ല് ചെല്ല്. മോനെ, എന്നെ ആരും പിടിക്കണ്ട. ഞാൻ പിടിക്കും. പിടിച്ച പിടിയാലേ ഞാനത് ശരിയാക്കും. ഞാനത് ശരിയാക്കും. മാറങ്ങളെ മാറാ. സർ, കുഴപ്പമാവോ? ആവും. ആവണം. കുഴപ്പമായേ പറ്റൂ. ഞാനിന്നെല്ലാം പറയും. എനിക്കിന്നെല്ലാം പറയണം. സർ,
എന്നെ നേരെ തിരിഞ്ഞു നോക്കരുത്. സാറിന്റെ മുഖത്ത് നോക്കി പറയാൻ ചിലപ്പോ എനിക്ക് പറ്റിയെന്നും വരില്ല. പക്ഷെ ഞാൻ പറയാം, സാറ് കേൾക്കണം. വേണ്ട സാർ, നോക്കരുത്. ഇതുവരെ സാറിന്റെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി സംസാരിച്ചവനാ ഞാൻ. പക്ഷേ ഇത് പറയാൻ എനിക്ക് അങ്ങനെ പറ്റാത്തതുകൊണ്ട് പറഞ്ഞു തീരുന്നവരെ സാറ് നോക്കരുത്. ഞാനും പ്രീതിയും സ്നേഹത്തിലാന്ന് കരുതി സാറ് ഞങ്ങളുടെ കല്യാണം തീരുമാനിച്ചു. ദാ, ഇപ്പോ മണ്ഡപം വരെ എത്തിയിരിക്കുന്ന കാര്യങ്ങള്. പക്ഷെ ഈ കല്യാണം നടക്കാൻ പാടില്ല സർ. സർ നോക്കരുത് സർ. സാറിന് വലിയ ഷോക്കായിരിക്കുമെന്ന് എനിക്കറിയാം. ഈ കല്യാണം നിർത്തിവെക്കാൻ മീരയോടും പ്രീതിയോടും ഞാൻ കാലി പിടിച്ച് പറഞ്ഞു. പക്ഷെ അവരാരും കേട്ടില്ല സർ. അവസാനായിട്ട് സാറിനോട് പറയാ, ഞാൻ പ്രീതി അല്ല ഞാൻ സ്നേഹിച്ചത്, മീരയാണ്. മീരയാണ് എന്റെ പെണ്ണ്. ഞങ്ങൾക്ക് പിരിയാൻ കഴിയില്ല സർ. എന്നിട്ട് ഞാൻ പ്രീതിയെ കല്യാണം കഴിക്കണമെന്നും മീര പറഞ്ഞത് സാറിന് വേണ്ടിയാ. സാറിന്റെ ആശ നടക്കാൻ വേണ്ടി മാത്രം. പാവമാണ് സർ. അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടാത്ത ഒരു പാവം പെണ്ണ്. ആരും ഒന്നും കൊടുത്തില്ല ആ പാവത്തിന്. പക്ഷെ ഞാൻ എന്റെ കരൾ പറിച്ചെടുത്ത് കൊടുത്തു അവക്ക്. അന്ന് മുതൽക്ക് അവള് സന്തോഷം എന്താന്ന് അറിഞ്ഞത്, സ്നേഹം എന്താന്ന് അറിഞ്ഞത്. സാറിന് കാഴ്ചയില്ലതായിപ്പോ ആ ജപ്പാൻ പ്രോജക്റ്റ് കിട്ടാൻ വേണ്ടി സകല കാര്യങ്ങളും ചെയ്തതും മീരയാണ് സർ. അല്ലാതെ പ്രീതിയല്ല. സാറിനോട് ഞാൻ യാചിക്കുകയാണ് സർ. എന്നെ മീര ഒന്നിപ്പിക്കണം സർ, പ്ലീസ്. ഇല്ലെങ്കിൽ രണ്ടുപേരും ചത്തതുപോലെയാവും സർ. ഞങ്ങളെ പിരിക്കരുത്. മീരയില്ലെങ്കിൽ എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല സർ. എനിക്ക് അവളെ വേണം. മീര എനിക്ക് വേണം സർ. ഞങ്ങളെ കൊല്ലരുത് സർ, പ്ലീസ്. സർ, 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 രേവൻ സർ, സർ, രേവൻ സർ. സാറിനോട് പറയണ്ടേ, എനിക്ക് പറയണം സർ. ഇത് മീര ഇങ്ങോട്ട്. കള്ളു കുടിച്ച് എല്ലാം അങ്ങ് വിളിച്ചു പറയാന്ന് കരുതിയല്ലേ? ഇന്ന് വരെ ഇല്ലാത്തത് ഇന്നങ്ങ് തുടങ്ങിയോ? താൻ പറഞ്ഞത് വല്ലതും അച്ഛൻ കേട്ടിരുന്നെങ്കിൽ കല്യാണമേ അങ്ങ് നിന്നു പോയനെ.
നിന്ന് പോട്ടെ. അതിന് തന്നെയാ പറഞ്ഞ. ഇനിയും പറയും. സാറിന്റെ കാതിൽ എത്തുന്നവരെ ഞാൻ പറയും. വാടി എന്റെ കൂടെ. വിളിച്ചു പറയാം. ഈ ലോകത്തോടെ തന്നെ വിളിച്ചു പറയാം. നീയാണ് എന്റെ പെണ്ണെന്ന്. വാ. എന്നെ ആദ്യം കൊല്ല്, എന്നിട്ട് താൻ പോയി പറയേ. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനും ഇല്ലടി. നീ ഇല്ലാതായ പിന്നെ ലോകം അവസാനമായിരിക്കും. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. നിന്റെ അച്ഛനെ നിനക്ക് തിരിച്ചു കിട്ടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്നെ കല്യാണം കഴിക്കുക. അങ്ങനെ നിനക്ക് നിന്റെ അച്ഛന്റെ സ്നേഹം കിട്ടാൻ പോകുന്നുള്ളൂ. ഇല്ലെങ്കിൽ എന്റെ ജീവിതം വെറും പൊള്ള. നിന്റെ ജീവിതം വെറും പൊള്ള. കാറ്റിൽ കുഴിയും മിതൽ നീയോ, തീരം തിരയും മിഴിനീരിൽ കാനി തളരും ഇരുൾ നീയോ, പറയാതറിയാതകലേ മറേ ഉയരാണുലകാണവനെന്നറിയേ തിരികെ വരുവാനരുതാതെ വിടെ മറയും നിനവേ വരുമോ അരികെ. നെഞ്ചിൻ നോവിൽ ഉരുകും മഞ്ഞിൽ കാറ്റിൽ കൊഴിയും മിതൾ നീയോ, തീരം തിരയും മിഴിനീരിൽ താനേ തളരും ഇരുൾ നീയോ. ഇതുവരെ എല്ലാം ഭംഗിയായി നടന്നു. ദേവേട്ടൻ പ്രീതിയെ ശ്രദ്ധിച്ചോ? എന്തൊരു സന്തോഷം അവളുടെ മുഖത്ത്. പിന്നെ ഞാൻ അത് തന്നെ നോക്കിയിരുന്നേ. മറ്റൊന്നും എനിക്ക് കാണണ്ട. ആ മുഖം തന്നെ എനിക്ക് കണ്ടോണ്ടിരുന്നാ മതിയല്ലോ. ഇമിനെ, ആരാ പെണ്ണിന്റെ തോഴി? കൂട്ടുകാരിക്കും കൂടി ഞങ്ങൾ പുടവ കൊടുക്കാറുണ്ട്. അത് ഞങ്ങള് ശരിയാ. തോഴിയായിട്ടൊരു പെൺകുട്ടി വേണം. ആരമനെയുള്ളത്? ഐശ്വര്യമുള്ള ഒരു കുട്ടി. അല്ല, ആരെയും തീരുമാനിച്ചില്ലെങ്കിൽ മീരു മതിയല്ലോ. മീരയാ നല്ലത്. പ്രീതിയുടെ കല്യാണത്തിന് കൈയും മെയ്യും മറന്ന് നിൽക്കുന്ന കുട്ടിയാ അവള്. അതിലും നല്ല ചോയ്സ് വേറെ ഇല്ല. അതെ. അല്ല, മീര എവിടെയാ? എമിനെയും കൂടെ വാ. ഇവനെ അത് മതി ദേവേട്ട, അതാ വേണ്ടത്. ഭാഗ്യലക്ഷ്മി ചേച്ചി വന്നാട്ടെ, മീര മേളില് കാണും. വാ. മോളെ, നിന്നെ നോക്കി വന്നതാ ഞാൻ. എങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ച്? അമ്മേ, അത് അത് ഞാൻ ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട് മോളെ. പ്രീതിയുടെ തോഴിയായിട്ട് നീ മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോ അച്ഛൻ സമ്മതിച്ചു. ഞാൻ പറഞ്ഞില്ലേ മോളെ, മാറും. അച്ഛന്റെ മനസ്സ് പതുക്കെ പതുക്കെ മാറി വരും. അതിന്റെ ലക്ഷണമാ ഇപ്പൊ കണ്ടത്. വാ, നിനക്ക് പുടവ തരാൻ ലക്ഷ്മിയേച്ചി വിളിക്കുന്നു. അമ്മേ, വാ.
ചേട്ടൻ ഇവിടെ ഇങ്ങനെ കറങ്ങി കളിച്ചാ മതിയോ? കാര്യം നടത്തണ്ടേ? ആ യെസ്, അത് വേണം. അതിനിടയിൽ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു പ്ലാൻ ഞാനങ്ങ് നടപ്പാക്കി. എന്ത് പ്ലാൻ? കൂൾ ഡ്രിങ്ക്സിൽ മദ്യം ചേർത്ത് ഗൗതമിനെ കുടിപ്പിച്ച് നേരെ ദേവൻ സാറിന്റെ അടുത്ത് ചെന്ന് അവന്റെ പെണ്ണ് മീരയാണെന്ന് പറയാൻ പറഞ്ഞു. അയ്യോ, എന്നിട്ട്? അവൻ പോയി എല്ലാം പറഞ്ഞു. അയ്യോ, രുദ്രേട്ടാ. പക്ഷേ ഒരു കുഴപ്പം പറ്റി. ഗൗതമിനും ദേവൻ സാറിനും ഇടയിൽ ഒരു ചില്ലു മറയുണ്ടായിരുന്നു. ഗൗതം പറഞ്ഞൊന്നും ദേവൻ സാർ കേട്ടില്ല. ദൈവം തുണച്ചു. ചേട്ടൻ എന്ത് മണ്ടത്തരായി കാണിച്ചേ? ഗൗതവും മീരയും പ്രണയത്തിലാണെന്നറിഞ്ഞ ആ നിമിഷം ദേവേട്ടൻ മീരയെ അടിച്ചിറക്കും. ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞ പ്ലാനെ നടക്കൂ. നടക്കും, ഞാൻ നടത്തും. എന്തായാലും കുബേരൻ സാറ് കോൾ അടിച്ചെന്ന് പറഞ്ഞാ മതിയല്ലോ. എന്താ സംശയം? പ്രധാന കോള് ആ രാധിക ഗ്രൂപ്പ് ഓഫ് കമ്പനീസാ. ഇനി മുതല് അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണെന്ന് കേക്കി. ചുമ്മാ കേക്കി. ആരാ? ഈ ഞാൻ. ബാക്കിയൊന്നും എനിക്കൊരു വിഷയമല്ല. ആ കമ്പനി ഉണ്ടല്ലോ, അതൊരു സ്വർണ്ണ കനിയാണ്. ഞങ്ങൾക്കുള്ള ടെൻഷൻ പോലും നിനക്ക് കാണുന്നില്ലല്ലോ ഗൗതം. നീ എന്താ ഗൗതം തീരുമാനിച്ചിരിക്കുന്നത്? അപ്പോ പ്രീതിയെ തന്നെ കല്യാണം കഴിക്കാൻ ഉറപ്പിച്ചു. അതെന്തായാലും ഈ ജന്മത്തുണ്ടാവില്ല. അപ്പൊ നീ എന്തോ ഉറപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. പോ അനീഷ. നിങ്ങൾ നടപ്പാക്കേണ്ട കാര്യം നിങ്ങളോട് പറയാതിരിക്കുന്നത് എങ്ങനെയാ? ഓരോരുത്തരോട് പറയാൻ ശ്രമിച്ചപ്പോഴെല്ലാം പരാജയപ്പെട്ടു. ആരെങ്കിലുമൊക്കെ വന്ന് വഴിമുടക്കും. ദേവൻ സാറിനോട് പറഞ്ഞപ്പോ ഒരു ഗ്ലാസിന്റെ ചുമരെല്ലാം നശിപ്പിച്ചു. ഇനിയിപ്പോ കല്യാണത്തിന് വന്ന സകല ആളുകൾ ഒരുമിച്ചറിയട്ടെ മീരയാണ് എന്റെ പെണ്ണെന്ന്. നീ മൈക്കിൽ അനൗൺസ് ചെയ്യാൻ പോകുന്ന? അങ്ങനെ പറഞ്ഞ അതിന് തെളിവില്ലല്ലോ. ഞാനും മീരയും പ്രണയത്തിലാണെന്ന് തെളിവോടെ തന്നെ എല്ലാവരും അറിയണം. ഈ പെൻഡ്രൈവിൽ 10-60 ഫോട്ടോസ് ഉണ്ട്. ഞാനും മീരയും മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ട് പോലും ഏറെ അടുത്തിരിക്കുന്നുവെന്ന് ഈ ഫോട്ടോസ് വിളിച്ചു പറയും. മുഹൂർത്തത്തിന് തൊട്ടു മുൻപ് എല്ലാ വീഡിയോ ക്യാമറയിലെയും വിഷ്വൽസ് കട്ട് ചെയ്ത ശേഷം സ്ലൈഡ് ഷോ ആയിട്ട് ഇതിലെ ഫോട്ടോസ് കാണിക്കാൻ തുടങ്ങണം. ഓക്കെ. വരൂ വരൂ വരൂ. ഹായ്. ഹലോ. ഹായ്. നമസ്കാരം. നമസ്കാരം. തിരക്കിലാണെങ്കിൽ വരാതിരിക്കുമെന്ന് സംശയിച്ചു ഞങ്ങള്.
ഇതുപോലുള്ള കല്യാണത്തിന് പങ്കെടുത്തില്ലെങ്കിൽ നഷ്ടം ഞങ്ങൾക്കല്ലേ. ഞങ്ങൾ ക്ഷണിച്ചതിന് താങ്ക്സ്. ഏയ്, നിങ്ങൾ വന്നതിന് ഞങ്ങളല്ലേ നന്ദി പറയണ്ടേ? ഗൗതമനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാമല്ലോ, പിന്നെ വരാതിരിക്കൂ. അല്ല, എവിടെ നമ്മുടെ കഥാനായകൻ? നിന്റെ ഫ്രണ്ട്സ് വന്നിരിക്കുന്നു. വാ. വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. നിങ്ങളിരിക്കേ. എവനെ മോനെ മോനെ പൂജാരി വിളി. മോനെ അങ്ങോട്ട് ചെല്ലു. ഇനി പെൺകുട്ടി വിളിച്ചോളുക.